ഹായ് സ്റ്റുഡൻസ്, ഓണപരീക്ഷയ്ക്കാവാറായില്ലേ? ഇനി നമുക്ക് കുറച്ച് മാത്സ് പഠിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? 1, 2, 3, 4 അല്ലേ? ആ ഒരു നമ്പേഴ്സിന്റെ 20 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 + 2 + 3 + etc. 20. അപ്പോൾ 20 പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ, അതായത് എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n + 1/2 ആണ്. n × n + 1 / 2. എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n + 1/2. n എന്ന് പറയുന്നത് എന്താ? 20 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 20 ആണ് n. 20 × 20 + 1 / 2. 20 × 20 + 1/2 അല്ലേ? 20 × 20 × 21/2. 20 × 21 20 × 21 2 2 0 2 2 4 420. 20 21 ഇൻറ്റു ചെയ്തപ്പോൾ 420 ആണ് കിട്ടിയത്. 420/2. 420നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2 പ്രാവശ്യം പോയി. 2 2 4. അതുപോലെ തന്നെ ഇതിൽ 1 പ്രാവശ്യം പോയി. ബാക്കിയുടെ 0 ഉണ്ട്. അപ്പോൾ 210 = 210 ആണ് 20 പദങ്ങളുടെ തുക. മനസ്സിലായോ? ഇക്വേഷൻ മറക്കണ്ട. n × n + 1/2 ആണ് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. നമുക്കിനി ഇതുപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 15. 1 മുതൽ 15 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. 1 മുതൽ 15 വരെ. അപ്പോൾ ഇങ്ങനെ എഴുതാം: 1 + 2 + 3 + etc. 15. ഇക്വേഷൻ അതന്നെ, മാറ്റമൊന്നുമില്ല. n × n + 1/2 അല്ലേ? ഇക്വേഷൻ n × n + 1 / 2. ഇവിടെ n ഏതാ വരുന്നത്? 15 അല്ലേ? 15 ആണ് n. = 15 × 15 + 1 / 2. നമുക്ക് വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അതായത് 15 × 16/2 വരും. അതായത് ഇവിടെ ഇരട്ട സംഖ്യ ആണ് അല്ലേ? ഈവൻ നമ്പർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 15 × 16/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 8. 15നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യും. 8 × 5 = 40, ബാക്കി 4. 1 8 4 12. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? 120 ആണ് 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ തുക. 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ തുക 120. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് an arithmetic sequence. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക. ഇവിടെ ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ബീജഗണിത രൂപം 2n + 3 അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2n + 3. ഇതിന്റെ n പദങ്ങളുടെ തുക കാണുക. അതായത് n ന്റെ പ്ലേസിൽ, അതായത് xn = 2n + 3 എന്ന് കൊടുക്കുക അല്ലേ? xn = 2n + 3. ഇനി അടുത്തത് n ന്റെ പ്ലേസിൽ 1 എന്ന് കൊടുക്കുക. x1, അതായത് ഒന്നാമത്തെ പദം. x1 = n ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 1 കൊടുത്ത് എഴുതാം. അതായത് 2 × 1 + 3 = 2 × 1 2 + 3. അപ്പോൾ ഒന്നാമത്തെ പദം എത്ര കിട്ടി? 5 എന്ന് കിട്ടി. കണ്ടോ? ഒന്നാമത്തെ പദം 5 എന്ന് കിട്ടി. ഇനി സം ഓഫ് ദ nth ടേംസ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? സം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ്. സം = ഇക്വേഷൻ ശ്രദ്ധിക്കണം. n/2 × x1 + xn
ഇക്വേഷൻ എന്താ? സം കാണാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇവിടെ നമുക്ക് എഴുതാം n/2 ഇൻറ്റു x1 എത്ര കിട്ടിയിരിക്കണേ? x1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം, ഫസ്റ്റ് ടേം ആണ് x1. അപ്പോൾ 5 പ്ലസ് xn ഏതാ? xn ഈസ് ഈക്വൽ ടു 2n പ്ലസ് 3 അല്ലേ? 2n പ്ലസ് 3. നമുക്ക് നമ്പറും ആഡ് ചെയ്യാം. 5 പ്ലസ് 3 n/2 ഇൻറ്റു ഇത് ഇതുപോലെ തന്നെ ഇട്ട് എഴുതാം. n/2 ഇൻറ്റു 5 പ്ലസ് 3 8 പ്ലസ് 2n അല്ലേ? 8 പ്ലസ് 2n വന്നു. അതായത് n/2 ഇൻറ്റു 8 പ്ലസ് 2n. n/2 ഇൻറ്റു 8 പ്ലസ് n/2 ഇൻറ്റു 2n ഇങ്ങനെ കൊടുക്കണം. അതായത് n/2 ഇൻറ്റു 8 പ്ലസ് n/2 ഇൻറ്റു 2n ഇങ്ങനെ കൊടുക്കാം. n/2 ഈ രണ്ട് ടേമിനെയും എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യണം? n/2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അപ്പൊ n/2 ഇൻറ്റു 8 പ്ലസ് ഈ തരികിലെ ചിഹ്നം n/2 ഇൻറ്റു 2n എന്താ? അപ്പൊ n/2 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ n ഇൻറ്റു 8 8n/2 പ്ലസ് n ഇൻറ്റു 2n എന്ന് പറഞ്ഞാൽ എത്രയാ? 2n സ്ക്വയർ. 2n വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ 2n സ്ക്വയർ ബൈ 2 ഇങ്ങനെ വന്നു. n/2 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ n ഇൻറ്റു 8 8n/2 പ്ലസ് n ഇൻറ്റു 2n എന്ന് പറഞ്ഞാൽ 2n സ്ക്വയർ. 2n ഉണ്ട്, അതുകൊണ്ട് 2n സ്ക്വയർ ബൈ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോവാം. അതായത് 2 4 പ്രാവശ്യം പോയി അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വന്നു? 4n പ്ലസ് ഈ 2 കട്ടായി പോയി. ഇനി അവിടെ എത്രയുള്ളൂ? n സ്ക്വയർ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മുടെ സമ്മ എത്രയാ വരുന്നത്? 4n പ്ലസ് n സ്ക്വയർ. 4n പ്ലസ് n സ്ക്വയർ ആണ് ഇതിന്റെ സമ്മ വരുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇതേപോലെ തന്നെ 2n മൈനസ് 3 എന്ന് പറയുന്ന ആൽജിബ്രിക് എക്സ്പ്രഷന്റെ nth ടേം, അതായത് ഫസ്റ്റ് n ടേംസിന്റെ സമ്മ് കാണുക. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇത് വരുന്നത്. xn ഈസ് ഈക്വൽ ടു 2n മൈനസ് 3 അല്ലേ? ഇതുപോലെ തന്നെ ഇതിന്റെ പ്ലേസിൽ 1 കൊടുക്കാം. x1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് 3 ഈസ് ഈക്വൽ ടു 2 മൈനസ് 3. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറാണ് കുറച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ നെഗറ്റീവ് നമ്പർ വരും. -1 ആണ് ഇവിടെ x1. അതായത് ഫസ്റ്റ് ടേം വരുന്നത് -1 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സം ഓഫ് ദ n ടേംസ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? n/2 ഇൻറ്റു x1 പ്ലസ് xn. n/2 ഇൻറ്റു x1 പ്ലസ് xn that's equal to n/2 ഇൻറ്റു x1 എത്രയാ? -1 പ്ലസ് xn 2n മൈനസ് 3 ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -1ഉം -3ഉം പ്ലസ് ചെയ്യണം അല്ലേ? അപ്പോൾ n/2 ഇൻറ്റു 2n മൈനസ് 4 കിട്ടും. അതായത് -1ഉം -3ഉം ആഡ് ചെയ്തപ്പോൾ -4 കിട്ടി. അപ്പോൾ 2n മൈനസ് 4 ഈക്വൽ ടു n/2 ഇൻറ്റു ഇവിടെ ചെയ്യാം കേട്ടോ. n/2 ഇൻറ്റു 2n മൈനസ് 4 നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. n/2 ഇൻറ്റു 2n മൈനസ് n/2 ഇൻറ്റു 4. അപ്പോൾ n/2 ഇൻറ്റു 2n മൈനസ് n/2 ഇൻറ്റു 4. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n ഇൻറ്റു 2n സ്ക്വയർ ബൈ 2 മൈനസ് n ഇൻറ്റു 4n ബൈ 2 ഉണ്ടോ? ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. 2ഉം കട്ടായി പോയി. ഇവിടെ എന്ത് വന്നു? n സ്ക്വയർ മൈനസ് 4ഉം 2ഉം കട്ടായി പോയി. ഇവിടെ എത്ര വന്നു? 2 അല്ലേ? അവിടെ
2n. അപ്പോൾ ആൻസർ എത്രയാ വരുന്നത്? n² - 2n.